ഹായ്. ഇന്ന് രാവിലെ തന്നെ നമ്മളെല്ലാവരും ഒരു ന്യൂസ് കേട്ടല്ലോ. നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഫിലിപ്പ് മമ്പാടിനെ പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് കണ്ട്. അതിൽ നിങ്ങളെ അഭിപ്രായം എന്താണ്? നമുക്ക് ആ ന്യൂസ് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നിങ്ങളെ അഭിപ്രായം എന്താണ്? ഇതൊരു ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡിങ് കാലാണല്ലോ. ഒരാളെ കൊടുക്കണമെന്ന് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഒരാണിനെ കൊടുക്കാൻ പോസ്കോ കേസ്, പീഡന കേസ് വെച്ചിട്ട്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡിങ് നിൽക്കുന്ന ടൈം ആയതുകൊണ്ട്. അതല്ല, ഇനി അയാളെ പേരിൽ ശരിക്ക് പത്രമാധ്യമങ്ങളൊക്കെ ഈ ന്യൂസുകൾ ഇങ്ങനത്തെ ഓരോന്ന് ചെറിയ കിട്ടുമ്പോഴേക്ക് നമ്മളെ ഈ മാപ്രകൾ ഇറങ്ങിത്തിരിക്കല്ലോ. ശരിയാണോ അല്ല എന്നുള്ളത് നോക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കോടതിയും വിചാരണയൊക്കെ മൊത്തം മാധ്യമങ്ങളാണ്. അതിനെ പറ്റി നിങ്ങളെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഓരോരുത്തർക്കും വരാനുള്ള സംഭവമാണിത്. ഇത് ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞിട്ടേ റിമാൻഡ് തന്നെ ഉള്ളൂ എന്നാ. ഇപ്പോൾ ലേഡീസ് കൊടുക്കുന്ന കേസാണെങ്കിൽ ആണിനെതിരിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മളെ നിയമപ്രകാരം വരുന്ന ഇത്. അപ്പോൾ അയാൾ ചെയ്ത് ശരിയാണോ തെറ്റാണോ, അയാളെ പേരിലുള്ളത് എന്താണ്, അത് തെളിയുന്നതിന് മുമ്പ് തന്നെ അയാളൊരു കുറ്റവാളിയായി. അത്ര കാലം അയാൾ സമൂഹത്തിൽ നേടിയെടുത്ത അയാളെ എല്ലാ ഇമേജുകളും ഇങ്ങനത്തെ ഒരൊറ്റ കേസ് കൊണ്ട് തന്നെ ഇല്ലാതായി പോകും. നല്ലതെന്ന് പറയാൻ കുറേ പണിയുണ്ട്, അതുപോലെ ചീത്ത എന്ന് പറയാൻ ചെറിയ 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 എന്തെങ്കിലും കേസ് മതി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി പ്രതികരിക്കുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ഇന്ന് കേട്ട ന്യൂസ് ശരിയാവാതിരിക്കട്ടെ, അഥവാ ശരിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നതിലും കുറച്ച് അധികം ശിക്ഷ കിട്ടണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്താ വെച്ചാൽ അയാൾ സമൂഹത്തിൽ അതിന് വേണ്ടിയിട്ട് നടക്കുന്ന അങ്ങനത്തെ ഒരാളായതുകൊണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങളെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇടപെടുമ്പോൾ മാധ്യമങ്ങളും കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ മാധ്യമങ്ങൾക്ക് എന്ത് കിട്ടിയാലും മതി. അവർക്ക് അന്നത്തെ ന്യൂസിനുള്ള വക കിട്ടിയാൽ ഒന്ന് കഴിഞ്ഞ് അടുത്തേമേലേക്ക് ചാടി പോകും. അത് കണ്ടിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്താൻ പറ്റൂല. ഞാൻ എല്ലാം പറയുന്നത് പിന്നെയും വീണ്ടും പറയാണ്, എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യ്. ഓക്കെ.